ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ റോഷ്നി. ഇന്ന് നമ്മൾ അഡിനിയം പ്രേമികളുടെ സ്വപ്നമായ അഡിനിയം അറബിക്കം എന്ന നമ്മുടെ സൂപ്പർ ഹീറോയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള റെയർ കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നോട്ടിഫിക്കേഷൻ കിട്ടാനും സാധ്യതയുള്ളൂ കേട്ടോ. പിന്നെ അഡിനിയം അറബിക്ക റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ അഡിനിയം ആരാധകർക്ക് വേണ്ടി അഡിനിയം അറബിക്കം സ്വന്തമാക്കുക എന്നതൊരു സ്വപ്നമാണ്. അപ്പം അഡിനിയം അറബിക്കത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി പ്രത്യേക തരത്തിലുള്ള കോഡെക്സ് ആണ്. എലിഫൻറ്റ് ഫുട്ട് എന്ന് പറയുന്നത് തന്നെ ഈ കോഡെക്സ് ആനയുടെ കാലുപോലെ അത്രയും വലുപ്പത്തിലാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ പൂക്കൾ ഉണ്ടാകും, കൂടുതലും സിംഗിൾ പെറ്റൽസ് ആണ് ഉണ്ടാകുക. ഗ്രാഫ്റ്റിംഗ് പ്രയാസമായിരിക്കും. അപ്പം ആദാം ബുഷ് എന്നും അതിനെ സാധാരണ അഡീനിയം പോലെ ഡെസേർട്ട് റോസ് എന്നും പറയും. അഡീനിയം ഒബീസം പോലെയല്ല, വലിയ കോഡെക്സ് ആണ്. ശരിക്കും ബോൺസായി ലുക്കാണിത്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ആനയൊക്കെ വളർത്തുന്ന പോലെയാണ് അഡിനിയം അറബിക്കും നമ്മൾ കയ്യിൽ സ്വന്തമായിട്ടുള്ളൊരു ചെടിപ്രേമി അഡിനിയം പ്രേമിയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സാഫ് മിക്സ് ചെയ്ത് വാട്ടർ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അത് ആ ഒരു സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് ലീഫെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലെത്തുക കേട്ടോ. ഒരുപാട് നാളായിട്ട് സ്വന്തമാക്കാൻ കാത്തിരുന്ന അഡിനിയം അറബിക്കം അതിൻ്റെ വില കൂടുതലും കൊണ്ടാണ് സാധാരണക്കാർക്ക് തടസ്സമായി സ്വന്തമാക്കാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ മീഡിയം സൈസ് പ്ലാന്റ് 1000-1500 വില വരുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹെൽത്തി കോഡെക്സ് ആയിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പ്ലാന്റ് സൈസിൽ നമ്മൾ ഡ്രീമി ഗാർഡൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ സ്ഥിരമായി നമ്മുടെ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരൊക്കെ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വെറും 250 രൂപയ്ക്കാണ് നമ്മൾ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് സ്റ്റോക്കിൽ ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെയുള്ള പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റ്സേ ഉള്ളൂ. നിങ്ങൾ അഡിനിയം അറബിക്ക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. പിന്നെ അതനുസരിച്ച് അറബിക്കം കൂടുതൽ ആവശ്യക്കാർ വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അറബിക്കം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പല ഇതിൻ്റെ കോഡെക്സിൽ പല കളറുള്ളതുണ്ട് കേട്ടോ. റെഡ്, ബ്ലാക്ക് കളർന്നത്, വൈറ്റ്, ഗ്രീൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട്, പല നിറത്തിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റീപ്പോർട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു 6 ഇഞ്ചിൻ്റെ പോട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം കോഡെക്സിൻ്റെ സൈസ് സാധാരണ അടിനേക്കാളും വലുതാണ്, ബിഗ് സൈസ് ആവും കോഡെക്സ്. അപ്പോൾ ഡ്രെയിനേജ് ഹോള് ഓക്കെ ആകാനായിട്ട് ചെറിയ മെറ്റൽ പീസസ് ഇടുന്നു. അതിലേക്ക് നമ്മൾ ചരൽ മിക്സ് ചെയ്യണം. അതിലേക്ക് വീണ്ടും നമ്മൾ റിവർ സോയിൽ, നമ്മുടെ ആറ്റുമണലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒട്ടിപ്പിടിക്കാത്ത നമ്മുടെ വീട്ടിലുള്ള സാധാരണ മണ്ണൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക, പെട്ടെന്ന് കോഡെക്സ് കേടാവാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, മെറ്റൽ പീസ് ആദ്യം ഇടുക. ഒരു 6 ഇഞ്ച് പൊട്ടെങ്കിലും എടുക്കണം. സാധാരണ അടിയിനെതിരെ ഞാൻ പറയുന്നത് ചെറിയ 3 ഇഞ്ചിൻ്റെ 4 ഇഞ്ചിൻ്റെ അല്ല, ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള കോഡെക്സ് കുറച്ചുകൂടെ വലുതാകും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചരലിട്ടു. അതിനുശേഷം നമ്മൾ ഒന്നുകിൽ നമ്മൾ വീട്ടിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഉപരി മണൽ, ഉപരിതലത്തിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ മണൽ മഴയത്തൊക്കെ ഒഴുകി വരുന്ന മണലായാലും മതി. പാറ്റ് മണൽ എവിടെ നിന്നാണെന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒട്ടിപ്പിടിക്കാത്ത ഈ മഴയത്തൊക്കെ ഒഴുകി വരുന്ന മണൽ, അത് നമ്മുടെ വീട്ടിൽ തന്നെ കളക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതെടുക്കാം, ചരലിൽ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ഒരു എല്ലുപൊടിക്ക് വളരെ പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് പ്രീമിയം ക്വാളിറ്റി പിന്നെ നമ്മുടെ എല്ലുപൊടിയാണ് കേട്ടോ. ഇതാണ് ഒറിജിനൽ എല്ലുപൊടി എന്ന് പറയും. നമ്മുടെ കയ്യിൽ സാധാരണ ഉപയോഗിക്കുന്ന എല്ലുപൊടി എന്ന് പറഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും അതങ്ങനെ കല്ലുപോലെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ എല്ലുപൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോഡെക്സൊക്കെ ഹെൽത്ത് ആവാനായിട്ട് ഈ അഡിനിയം മാത്രമല്ല ബാക്കിയുള്ള ചെടികൾക്ക് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ വളരെ കുറച്ചെടുത്താൽ മതി. ചെറിയ പ്ലാന്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്താൽ മതി. അപ്പം അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് സാഫും കൂടെ മിക്സ് ചെയ്തതിന് അത് ഇൻഫെക്ഷനൊക്കെ വളരെ സെൻസിറ്റീവായ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ സാഫ് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മണലിട്ട് ലെവൽ ചെയ്യുക. അപ്പം ഒരുപാട് പേര് മാത്രം മണ്ണിൻ്റെ അടിയിലേക്ക് പോയാൽ മതി. നമുക്ക് മുകൾ ഭാഗം നമ്മുടെ കോഡെക്സ് മാക്സിമം പുറത്തിരിക്കുന്ന രീതിയിൽ അത് ചരലും മണലും മാത്രം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് സാഫ് മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം എന്നിട്ട് 1-2 ആഴ്ച നമ്മൾ ഷെയ്ഡിൽ വയ്ക്കുക. അതിനുശേഷം മാത്രം നമ്മൾ പതുക്കെ വെയിൽ കൊള്ളിച്ച് കൊണ്ടുവന്നാൽ മതി. ആ കാണുന്ന കളറുകൾ എനിക്ക് തോന്നുന്നു ഈന്തപ്പനയൊക്കെ ഇല്ലേ, അതുപോലെ നമ്മുടെ അതിൻ്റെ ആ ഒരു രീതിയാണ് നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കോഡെക്സ് മുകളിലോട്ടുള്ള ഭാവമൊക്കെ. നിറയെ ബ്രാഞ്ചസ് വരും കേട്ടോ, നിറയെ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വളരെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടണം എന്നില്ല, പറഞ്ഞ അറബിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്, DTDC കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് പറയേണ്ടത്, നമ്മുടെ ഏതാണ് ഈ ഇതുണ്ടല്ലോ, ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നോർമൽ എല്ലുപൊടി, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന നോർമൽ എല്ലുപൊടി. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ സാഫ്, നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒറിജിനൽ എല്ലുപൊടി ആവശ്യമാണ്, അവൈലബിൾ അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.